ഇത് അമീറുൽ മുഅ്മിനീനോ? ഇതാണോ അമീറുൽ മുഅ്മിനീൻ? അങ്ങനെ മദീനയിൽ ഊരു ചുറ്റുന്ന സമയം മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അവിടെ ഒരു സ്ട്രാൻഡഡ് ട്രാവലർ, യാത്ര തുടരാൻ പറ്റാതെ വിഷമിച്ചു പോയ ഒരു യാത്രാ സംഘം ഒരു ഫയർ ഇങ്ങനെ കണ്ടു, ഒരു ചെറു തീ. അടുത്തേക്ക് വന്നപ്പോ ഒരു വാപ്പ വിളക്ക് കത്തിച്ച് ഒരു പാത്രം വെറുതെ വെള്ളം തിളപ്പിക്കുന്നുണ്ട്. ചോദിച്ചു, എന്തേ? ഒന്നുമില്ല, ഞങ്ങൾ മദീനയിലേക്ക് പോവാണ്, പക്ഷേ ഞങ്ങൾക്ക് വിശന്നിട്ടുണ്ട്, മക്കളൊക്കെ കരയുന്നുണ്ട്, കുട്ടികൾ രാത്രി പാതിരായിട്ടുണ്ട്, എന്റെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഒന്നുമില്ല, അപ്പൊ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ ഭക്ഷണം ഉണ്ടാക്കുകയാണെന്ന് മക്കള് വിചാരിച്ചോട്ടെ, വിശന്ന് അവരുടെ ഉറങ്ങിക്കോട്ടെ, രാവിലെ എന്തെങ്കിലും സംഘടിപ്പിക്കാം. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വിഷമിച്ചപ്പോ, എന്തെങ്കിലും പോകുന്നു ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ ഖലീഫ ഉമറിനെ കാണാൻ പോവാ. ആരെ ചോദിക്കുന്നത്? ആരാ? ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് ഖലീഫ ഉമറിനെ കാണാൻ പോകും. കേട്ടുപരിചയമുള്ള ആളായിരിക്കും. വേണ്ട, ആൾക്കാർ കേട്ടുപരിചയം കണ്ടുപരിചയം ഉണ്ടാവില്ല. ഞാൻ കാണാൻ വേണ്ടി പോവാണ്, കുറച്ച് റേഷൻ കിട്ടണം, നിങ്ങൾ വളരെ പച്ചപ്പാവങ്ങളാ, എന്തെങ്കിലുമൊക്കെ മുസ്ലിമീങ്ങളുടെ ബൈത്തുൽ മാലിൽ നിന്ന്, മുസ്ലിമീങ്ങളുടെ ട്രഷറിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാൻ പോവുകയാണ്. ശരി, ആരാ? ടെന്റിൽ എന്റെ ഭാര്യ ഉണ്ട്. എന്തേ? അവർക്ക് പ്രസവ വേദന വന്നിട്ടുണ്ട്, പ്രസവിക്കാറായിട്ടുണ്ട്, അപ്പോ അതൊക്കെ കഴിയാൻ വേണ്ടി ഞങ്ങളൊന്ന് വിശ്രമിച്ചതാണ്. ആരാ ഉള്ളത്? ആരുമില്ല, അവൾ ഒറ്റയ്ക്കാണ്. ഞാൻ ഈ കുട്ടികളെ പുറത്ത് നോക്കുകയാണ്, അവൾ പ്രസവ വേദന അനുഭവിക്കുകയാണുള്ള. ഉമർ തങ്ങൾ പറഞ്ഞു, ഇവിടെ നിൽക്കിക്കട്ടെ, ഞാൻ ഇപ്പോൾ വരാം. ഓടിച്ചെന്നു തന്റെ വീട്ടിലേക്ക്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അല്ലാഹുവിന് വേണ്ടി കർമ്മം ചെയ്യാൻ, മുഅ്മിനെ പടച്ചവന് വേണ്ടി ചെയ്യാൻ ഓടിച്ചെന്നു. അന്ന് ഉമർ തങ്ങളുടെ ഭാര്യയുണ്ട്, ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ, അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ഉമ്മു കുൽസൂം. നബി തങ്ങൾക്ക് മകളുണ്ട്, ഉമ്മു കുൽസൂം മരിച്ചു, വഫാത്തായി. ഉസ്മാൻ തങ്ങളുടെ ഭാര്യയായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മകളുണ്ടായിരുന്നു. അലി തങ്ങൾക്ക് മറ്റൊരു ഭാര്യയിൽ ജനിച്ച മകൻ. അവരാണ് അന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉമ്മു കുൽസൂം. അവരോട് ചോദിച്ചു, ഉമ്മു കുൽസൂം, കാര്യമായ ഒരു പുണ്യം ചെയ്യാൻ ഒരു അവസരം ഉണ്ട്, നിങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു. പാതിരാത്രി, നമ്മളൊക്കെ പാതിരാത്രി വന്ന വാതിലിനെ എങ്ങനെ തുറന്നുതരാം? പെണ്ണുങ്ങളൊക്കെ എന്തായിരിക്കും അവസ്ഥ? കയറി വരുന്ന നേരം കണ്ടോ? നിങ്ങൾ വേദം മണ്ണം കെട്ടാന്ന് പറഞ്ഞ് പോയിട്ട് ഈ പാതിരാത്രിയാണ് വരുന്നത്, ഉറക്കെ സ്വീപ്പാക്കി എന്നൊക്കെ പറയില്ലേ പെണ്ണുങ്ങള്. ഉമ്മു കുൽസൂം വാതിൽ തുറന്നു കൊടുത്തു. പാതിരാത്രി ചോദിക്കാണ്, നിങ്ങൾക്ക് പുണ്യം കിട്ടുന്ന ഒരു കർമ്മമുണ്ട്, വരുന്നുണ്ടോ? ഞാൻ റെഡിയാണ്. എന്താണ് ആ ഭാര്യയും ആ ഭർത്താവും? ഞാൻ റെഡിയാണ്. എന്താണെന്നറിയോ ഉമ്മു കുൽസൂം? അവിടെ ഒരു യാത്രക്കാര് വന്നൊരു പെണ്ണ് പ്രസവിക്കാറായിട്ടുണ്ട്, അവൾക്ക് പ്രസവ ശുശ്രൂഷ ചെയ്യാൻ പറ്റുമോ? ആയിക്കോട്ടെ, ഞാൻ റെഡിയാണ്. ഞാൻ കുറച്ച് തുണി കഷ്ണം, ആവശ്യമുള്ള വെള്ളവും ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തേക്കും, ഞാൻ കുറച്ച് വിറകും ഗോതമ്പും ഞാൻ എടുക്കാം, നിങ്ങൾ സാധനം കൊടുത്ത് റെഡി ആയിക്കോളൂ. പാതിരാത്രി ഇങ്ങനത്തെ ഒരു കുടുംബം, നന്മയെ സ്നേഹിക്കുന്ന കുടുംബം, ഇസ്ലാം ലോകത്ത് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ 23 കൊല്ലം കൊണ്ട് ഇസ്ലാം ഉണ്ടാക്കിയ സമൂഹത്തിന്റെ മനസ്സ് ഇതായിരുന്നു. പൊതുപ്രവർത്തനം, ജനങ്ങളെ സഹായിക്കാൻ, റിലീഫ് പ്രവർത്തനം, പാവപ്പെട്ടവർക്ക് എന്തും കൊടുക്കാൻ തയ്യാർ. ഞാൻ റെഡിയാണ്. പാതിരാത്രി ഉറക്കത്തിന് എഴുന്നേറ്റിട്ട് മഹദി പറഞ്ഞത് ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ, ഞാൻ റെഡിയാണ്, എന്നാ കയറിക്കോ. കുതിരപ്പുറത്ത് കയറി. ഉമർ തങ്ങൾ കുറച്ച് വിറകൊടുത്തു, ഗോതമ്പെടുത്തു. ഉമ്മു കുൽസൂം ആ പ്രസവത്തിന്റെ ആവശ്യമായ കാര്യങ്ങളൊക്കെ അവര്. ആരായി പോകുന്നത്? നമ്മൾ പ്രസിഡന്റിന്റെ ഭാര്യയെ ഫസ്റ്റ് ലേഡി എന്നാ പറയാ അല്ലെ, രാജ്യത്തിന്റെ പ്രഥമ വനിത. ആ പ്രഥമ വനിതയാണ് ഇപ്പൊ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ. ആരുടെ പ്രസവം എടുക്കാനായി പോകുന്നത്? ഏതോ ഒരു പെണ്ണിന്റെ, മുസ്ലിമത്താണ്, ഏതോ നാട്ടിൽ നിന്ന് വന്ന പെണ്ണ്. നമുക്ക് പ്രസവം എടുക്കണമെങ്കിൽ എന്തെല്ലാം ചെലവാണ് ഇപ്പോ. നമ്മുടെ പെണ്ണുങ്ങൾക്ക് പ്രസവം വലിയ ചെലവല്ലേ? പ്രസവിക്കാൻ നിൽക്കുന്ന പെണ്ണുങ്ങൾക്ക് വേറെ വേലക്കാരെ നിർത്തണം. ഒരു പണിയും ചെയ്യൂല, ഓർക്ക് ബാക്കിയുള്ളൊരു പണി ചെയ്ത് കൊടുക്കണം അല്ലെ. കുട്ടിനെ കുളിപ്പിക്കാനും ഭക്ഷണം പാകം ചെയ്യാൻ വൃത്തിയാക്കാനും അവരെ വിഷയമുണ്ടോ? എന്നാ സ്വിച്ചിട്ടല്ലേ, ആ സ്വിച്ച് പോലെ അവൾക്ക് ഇടാൻ വയ്യ. സുബ്ഹാനല്ലാഹ്. ആര്? അവൾക്ക് വേറെ നിറച്ച് പൈസ കൊടുക്കും, വേണം, എല്ലാം ചെയ്തു കൊടുക്കണം. അവരങ്ങോട്ട് അതിഥിയായി കൊണ്ടുവന്ന പോലെ. ഇങ്ങനത്തെ പണിക്കാരെ എന്ന് കിട്ടാനുള്ളത് അല്ലേ? പണിക്കാരെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഭാര്യ വീട്ടുകാർക്കും ഭർത്താവിന്റെ വീട്ടുകാർക്കും മാനക്കേടല്ലേ? വിളിച്ചുകൊണ്ടുവരെ കിട്ടുന്ന കാശിന് അവരെ നിർത്തിയ പണിയൊക്കെ നമ്മൾ ചെയ്യണം. അവര് പേരിനൊരാൾ വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ കള്ളപ്പണി ചെയ്യുന്ന പണിക്കാരെന്നുള്ളത്. അന്ന് ഈ പണി ചെയ്യാൻ പോകുന്നത് ആരാ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ പോയി. നിങ്ങൾ എന്ത് ചെയ്യാ? ഭക്ഷണം പാകം ചെയ്തോളി, ഗോതമ്പേ റൊട്ടി ഉണ്ടാക്കിക്കോളി, ഈ പെണ്ണിന്റെ വേണ്ട ശുശ്രൂഷ ഞാൻ ചെയ്തോളാം. ഞാൻ ടെന്റിനുള്ളിലേക്ക് പോയി. ഏതോ പാതിരാത്രി മരുഭൂമിയുടെ നടുവിലായി നടക്കുന്നത്. മരുഭൂമിന്റെ നടുവിൽ ടെന്റ് കെട്ടിയിട്ട് അന്ന് യാത്രക്കാരെ ടെന്റ് കൊണ്ടാ നടക്കുക. എവിടെ ചെന്നാൽ താമസിക്കാൻ ടെന്റ്, അവരുടെ വീട് കൂടെ ഉണ്ടാവും. അതാണ് നൊമാഡ്സ്. രാത്രിയായി ഉമർ റളിയല്ലാഹു അൻഹു ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങാൻ. ആര്? അമീറുൽ മുഅ്മിനീൻ കിസ്റയും കൈസറും കേട്ടാൽ വിറക്കുന്ന മഹാൻ.
ഉമർ തങ്ങളുടെ ജീവിതത്തിന്റെ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഉമർ തങ്ങളുടെ ഇസ്ലാമായി വന്ന ആദ്യകാലം റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ ജീവിച്ച കാലത്തൊക്കെ ഭയങ്കര ഒരു ഹോട്ട് ടെമ്പേർഡാന്ന് വിചാരിക്കും. എന്ത് കണ്ടാലും നബിയെ വാളെടുത്ത് ഞാൻ തലവെട്ടട്ടെ എന്ന് ചോദിക്കും. അതാണ് ഉമർ തങ്ങൾ ആദ്യകാലം. പക്ഷെ ഭരിക്കുന്ന കാലം രണ്ടാമത്തെ സ്റ്റേജ് ഉമർ തങ്ങൾ പച്ചപ്പാവായിരുന്നു, വളരെ പാവാണ്. അതുകൊണ്ടാണ് ഭാര്യ ചീത്ത പറഞ്ഞപ്പോഴൊക്കെ അങ്ങനെ കേട്ടിരുന്നത്. ഉമർ റളിയല്ലാഹു തആല പച്ചപ്പാവായിരുന്നു. മഹാനായ ഉമർ തങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങി. ഭക്ഷണം ഉണ്ടാക്കി തീരുമ്പോഴേക്ക് ഈ കുട്ടികൾക്ക് കൊടുക്കും, പിന്നെ വാപ്പയോട് തിന്നാൻ പറയും, കുട്ടികൾക്ക് കൊടുക്കും, വാപ്പക്ക് കൊടുക്കും. ഇങ്ങനെ പാതിരാത്രി ചുട്ടെടുക്കുക, ചപ്പാത്തി ഉണ്ടാക്കണം. ഇവർക്കറിയില്ല ഇവരെ കാണാനായി ഇവർ പുറപ്പെട്ടത്, ഈ ഉമർ തങ്ങളെ കാണാനായി ഇവർ ഒരുപാട് രാജ്യത്തിന്റെ അങ്ങേയറ്റത്ത് പുറപ്പെട്ടത്. പക്ഷെ ഈ ഖലീഫയാണ് തങ്ങൾക്ക് ഈ സേവനം ചെയ്യുന്നത് എന്ന് അവർക്കറിയൂല. എപ്പോഴറിഞ്ഞെന്നറിയോ? ഈ പെണ്ണ് പ്രസവിച്ചത് ഒരു ആൺകുഞ്ഞാണ്. അപ്പോ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ ഉമർ തങ്ങളുടെ ഭാര്യ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ബശ്ശിർ യാ അമീറുൽ മുഅ്മിനീൻ അഖാക ബിൽ വലദ്. അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ കൂട്ടുകാരന് ഒരു ആൺകുട്ടി പിറന്നു എന്ന സന്തോഷ വാർത്ത അറിയിച്ചു കൊടുത്തേക്കണം. അമീറുൽ മുഅ്മിനീൻ എന്ന് ഒരാളെ മാത്രമേ ആ ലോകത്ത് വിളിക്കപ്പെടൂ. യാ അല്ലാഹ്, ഇത് അമീറുൽ മുഅ്മിനീനോ? ഇതാണോ അമീറുൽ മുഅ്മിനീൻ? അയാളോട് എഴുന്നേറ്റുന്നു. യാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഞാൻ അറിഞ്ഞില്ലല്ലോ നിങ്ങളാണ് അമീറുൽ മുഅ്മിനീൻ. അതിനെന്താ? സയ്യിദുൽ ഖൗമി ഖാദിമുഹും, ഒരു സമൂഹത്തിന്റെ നേതാവ് എന്നത് ആ സമൂഹത്തിന്റെ സേവനം ചെയ്യുന്ന ആളല്ലേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും കൽബി ടച്ച് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അസ്സലാമു അലൈക്കും.